പാലക്കാട്ട് മതേതര മനസ്സാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ നോക്കണം, വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഒരു ചാൻസ് കൊടുക്കാതെ ഇതിലും വലിയ പ്രഗത്ഭർ മത്സരിച്ചപ്പോൾ പോലും ആ നിലപാടിൽ ഉറച്ചു നിന്ന പാലക്കാടൻ ജനതയ്ക്ക് കുറച്ചും കൂടെ കരുത്ത് സന്ദീപ് വാര്യരുടെ വരവോടുകൂടി കിട്ടും. കൺഗ്രാറ്റുലേഷൻസ്. ആ അർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ മൂവിന്റെ കാര്യത്തിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സർപ്രൈസ് സർജിക്കൽ മൂവ് ആണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ആത്മവിശ്വാസം നിങ്ങളുടെയൊക്കെ മുൻപിലും ഉണ്ട്. തീർച്ചയായിട്ടും എന്ത് മാറ്റമാണ് ഈ സന്ദീപ് വാര്യരുടെ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് വോട്ടിന്റെ ഷിഫ്റ്റിൽ? പാലക്കാട്ടെ UDF ക്യാമ്പിൽ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു ഊർജം ആഹ്ലാദമാണ് ഉണ്ടായിരിക്കുന്നത്. ഓഫീസിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല, അത്രയേറെ ആവേശത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ജയിച്ച പാർട്ടി, ജയിക്കുന്ന മുന്നണി, ആ മുന്നണിക്ക് കൂടുതൽ ഊർജം പകർന്ന് ഒരു വർഗീയ നിലപാടുണ്ടായിരുന്ന BJPയുടെ മുഖമുദ്രയായിരുന്ന സന്ദീപ് വാര്യർ ആ നിലപാടൊക്കെ മാറ്റി കോൺഗ്രസിനോടൊപ്പം ചേർന്നു എന്നുള്ളത് വളരെ ആഹ്ലാദകരമാണ്. AK ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്പർ 1 കൊമ്രേഡ് ആവാൻ സാധ്യതയുള്ള ഒരാൾ ഇപ്പോൾ കോൺഗ്രസ് വാരിയറായി. അതെ, AK ബാലൻ മാത്രമല്ല, MV ഗോവിന്ദനും MB രാജും പറഞ്ഞെന്തറിയോ, അദ്ദേഹം സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ്. ഇത് തള്ളി പറയാൻ പറ്റില്ല. ക്ലാസ്മേറ്റ് ആണ് MB രാജേഷ്. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യത്തിനോടാണ് സമീപകാലത്തേക്ക് യോജിപ്പുള്ളത്. സന്ദീപ് വാര്യർ MB രാജേഷ് പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ ക്രിസ്റ്റൽ ക്ലിയർ ആകുന്നത് ആ പ്രത്യയശാസ്ത്രത്തെ കൈവിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. അത് കഴിഞ്ഞ 2-3 വർഷക്കാലമായി അദ്ദേഹം പിണങ്ങി പിരിഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും ഒത്തുതീർപ്പുണ്ടാക്കി. എന്താണ്, അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുക്കാൻ വരെ ഒരു വിഭാഗം നേതാക്കന്മാർ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം. സ്വന്തം പാർട്ടിക്കാരെ ഒറ്റിക്കൊടുക്കാൻ, അവരെ ജീവൻ രക്ഷിക്കേണ്ട ചുമതലയുള്ള ആളുകൾ ചെയ്താൽ എങ്ങനെയാ പാർട്ടി വിശ്വസിക്കും? അത്രയേറെ വിഭാഗീയതയും വെറുപ്പും എവിടെയുള്ളത്? സമൂഹത്തിൽ മാത്രമല്ല, BJPക്ക് അകത്തും അതാണ്. കൊള്ളസംഘ തലവനാണ് K. സുരേന്ദ്രൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ചലനം ഉണ്ടാവില്ല. കാരണം പണം, സാമ്പത്തിക ഇടപാട്, സ്ഥാനം എല്ലാം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് മാറ്റം ഉണ്ടാകുക? BJPയുടെ മുഖമുദ്ര പരാജയപ്പെടുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം, അടിയിലേക്ക് പോകുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാ? സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. BJPയിൽ വലിയ ചോർച്ച ഉണ്ടാവും. നിങ്ങളറിയണം, പാലക്കാട്ടെ ഒരു പ്രമുഖ സമുദായമാണ് പണ്ട് മുതലേ ജനസംഘവും RSS ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. ആ വിഭാഗത്തിലെ ഒരാളാണ് സന്ദീപ് വാര്യർ. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം മൂത്താന്തറയിലാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്. അവിടെയുള്ള ചെയർപേഴ്സണെയാണ് ഒരു കാരണം കൂടാതെ ഒരു വർഷം മുമ്പേ BJP മാറ്റിയത്. ആരാ? ഈ BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ കൂടെയാണ്. അപ്പോൾ ഒരു വിഭാഗത്തിനെ തഴയുന്നു, ഒരുപാട് പേരെ ചവിട്ടി മതിക്കുന്നു, ഏകപക്ഷീയമായി സ്വജനപക്ഷപാതമായി ചെയ്യുന്നു. അത് അഴിമതിക്ക് വേണ്ടിയാണെന്നും BJP പാളയത്തിൽ ചർച്ചയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവല്ലേ സന്ദീപ് തന്നെ പറഞ്ഞത്? മറ്റത് പുറമെയുള്ളവരെ പറഞ്ഞു. അകത്തുനിന്ന് തന്നെ ഈ ആരോപണം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലായിരിക്കും BJP ക്യാമ്പ്. Thank you, VK ശ്രീകണ്ഠൻ.